കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ പോരാളി, ആരെയും ഭയപ്പെടാത്ത നിലപാടുകൾ. പക്ഷെ ആ കെ മുരളീധരനെ ഇത്തവണ വീഴ്ത്താൻ BJP ഒരുക്കുന്നത് അണിയറയിൽ കാണാത്ത ചരടുവലികളാണ്. മുരളീധരൻ എവിടെ മത്സരിച്ചാലും അവിടെ തോൽപ്പിക്കുമെന്ന വാശിയിലേക്ക് BJP എത്തിയത് എങ്ങനെയാണ്? നേമത്തെ നഷ്ടത്തിന് പാലക്കാടോ വട്ടിയൂർക്കാവോ BJP മറുപടി നൽകുമോ? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വമ്പൻ പോരാട്ടത്തിന്റെ ഉള്ളറ കഥകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. BJP എന്തിനാണ് കെ മുരളീധരനെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയാം. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ: നിയമം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്ന തങ്ങളുടെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമം 2021 കൈവിട്ടു പോയത് മുരളീധരന്റെ കരുത്തുറ്റ എൻട്രിയിലൂടെ ആയിരുന്നു. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് മുരളീധരൻ BJPയുടെ ഏക സിറ്റിംഗ് സീറ്റ് അന്ന് പൂട്ടിച്ചു. എന്നാൽ RSS BJP നേതൃത്വങ്ങളെ ഇതിന്നും പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചെങ്കിലും അവിടെയും വോട്ട് വിഹിതത്തിൽ മുരളീധരൻ ഉണ്ടാക്കിയ വെല്ലുവിളി BJP ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ എന്ന ജൈൻ കില്ലറെ ഇനിയൊരു നിയമസഭ കാണിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് BJP കേന്ദ്രങ്ങൾ. ഇപ്പോൾ ചർച്ചകൾ പാലക്കാടിനെ ചുറ്റിയാണ്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിന് പകരം മുരളീധരൻ എത്തുകയാണെങ്കിൽ കളി മാറും. അവിടെ BJP ഇറക്കാൻ ആലോചിക്കുന്നത് തങ്ങളുടെ വിശ്വസ്തയും പോരാളിയുമായ ശോഭാ സുരേന്ദ്രനെയാണ്. ഝാൻസി റാണി. പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകൾ പരിഹരിക്കാൻ RSS നേരിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പ്രാദേശിക നേതാക്കളെക്കാൾ ഉപരി ശോഭയെ പോലെ ഒരു കരുത്തുറ്റ നേതാവ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പ്രവർത്തകർ ആവേശത്തിലാകുമെന്നും ഭിന്നതകൾ മറന്ന് താമരയ്ക്കായി വോട്ട് ഉറപ്പിക്കുമെന്നാണ് തീർച്ചയായി കണക്കുകൂട്ടൽ. കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കി പാലക്കാട് നഗരസഭയിലെ സ്വാധീനം വോട്ടാക്കി മാറ്റുക. പാലക്കാട് നടന്നില്ലെങ്കിൽ മുരളീധരന്റെ അടുത്ത തട്ടകം വട്ടിയൂർക്കാവായിരിക്കും. ഇവിടെയാണ് BJPയുടെ മാസ്റ്റർ പ്ലാൻ. തങ്ങളുടെ ഏറ്റവും നല്ല VIP മണ്ഡലമായി VIP സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവ് ഇറക്കാനാണ് BJPയുടെ അടുത്ത പ്ലാൻ. തങ്ങളുടെ A ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ BJP എന്തായാലും VIP സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി മുരളീധരനെ അട്ടിമറിപ്പിക്കും, അല്ലെങ്കിൽ മുരളീധരനെ ഓടിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തൃശ്ശൂരിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ കേരളം ഇനി ബാലികേറാൻ മലയില്ല എന്ന് BJP തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ തിരുവനന്തപുരത്തുണ്ടായ മാറ്റവും ദേശീയ നേതൃത്വത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് കേരളത്തിലെ ഓരോ മണ്ഡലവും. കെ മുരളീധരനെ പോലെയുള്ള നേതാക്കളെ വീഴ്ത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മിഷൻ സൗത്ത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പായിരിക്കും ഈ നീക്കം. പക്ഷേ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്നത് ലീഡറുടെ മകൻ കെ മുരളീധരൻ അത്ര നിസ്സാരക്കാരനല്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ആ ലീഡറുടെ ആ ഒരു സ്വാധീനം കൊണ്ട് മാത്രമാണ് മുരളീധരൻ ഇന്നും കേരള രാഷ്ട്രീയത്തിലുള്ളത്. എന്തു തന്നെയായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലം BJP തീർച്ചയായും അവിടെ വലിയൊരു കളി കളിക്കും, അല്ലെങ്കിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.